ഇത്രയും ഭംഗിയുള്ള സ്ഥലത്ത് ഇതേപോലെ വേസ്റ്റ് ഇടാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നണേ? കണ്ടോ, മലമ്പുഴ ഡാമിൻ്റെ ഇവിടെയാണുള്ളത്. ഇതാ റോഡിൻ്റെ ഇവിടെ നിന്ന് ഏത് സ്ഥലം എന്നറിയില്ല. ഇവിടെ പാറയുണ്ട്. ഈ പാറ ഇവിടെ വന്നു കഴിയുമ്പോൾ നോക്കുക നിങ്ങൾ, ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ എറിയുന്ന വേസ്റ്റാണ്. നോക്ക്, കണ്ടോ. എപ്പോഴും ഞാൻ ഓരോ വീട്ടിടുമ്പോൾ പറയുന്നതാണ്, ടൂറിസ്റ്റുകളാണ് അല്ലെങ്കിൽ നിങ്ങൾ വരുന്ന ആൾക്കാരാണ്. ഈ വരുന്നവർ ഈ വേസ്റ്റ് മുഴുവൻ ഈ വെള്ളത്തിലേക്ക് പോകണം. ഒരുപാട് ആൾക്കാരുടെ കുടിവെള്ളമാണിത്. നോക്ക്, കണ്ടോ, അതിന് മാത്രം വേസ്റ്റ്. ഒരു എങ്ങനെ പോയാലും ഒരു 10-20 ചാക്കിനുള്ള വേസ്റ്റ് ഉണ്ട്. ഇതിൽ ഒരുപാട് ഇപ്പോൾ വെള്ളത്തിലും വീണിട്ടുണ്ടോ, കണ്ടോ. നോക്ക്, ഫുള്ള് വേസ്റ്റാണ്. കണ്ടോ, ഗ്ലാസ്സുകൾ, സ്നാക്സ് കഴിക്കുന്ന പാത്രങ്ങൾ, പ്ലാസ്റ്റിക് കവറുകൾ, പ്ലാസ്റ്റിക് ബോട്ടിൽസ്. അവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫുള്ളി വെള്ളത്തിലാണ് പോകുന്നത്. മലമ്പുഴയിൽ മലമ്പുഴ ഡാം ഒരുപാട് ആൾക്കാർ കുടിക്കുന്ന വെള്ളമാണ്. ഇത്രയും ഭംഗിയുള്ള സ്ഥലത്ത് ഇതേപോലെ വേസ്റ്റ് ഇടാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നണേ? ഇതാ ഇവിടെ ആണെങ്കിൽ ഒരു വേസ്റ്റ് ബിൻ പോലും ഉണ്ട്. ഇതാ അവിടെ ഒരു ഷോപ്പുണ്ട്, കണ്ടോ. മോസ്റ്റ്ലി ആ ഷോപ്പിൽ നിന്ന് വരുന്ന വേസ്റ്റുകളായിരിക്കണം. അവിടെ ഒരു വേസ്റ്റ് ബിൻ ഇരിക്കുന്നു. ഈ സാധനങ്ങളെടുത്ത് ആ വേസ്റ്റ് ബിന്നിലിടാനാണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ട്? കഷ്ടം തന്നെ. ദയവ് ചെയ്ത് ഇവിടെ വരുന്നവർ ഇത്രയും ഭംഗിയുള്ള സ്ഥലത്ത് ഇങ്ങനെ വേസ്റ്റ് ഇടരുത് പ്ലീസ്. ഇവിടെ ഈ മലമ്പുഴ ഏരിയയിൽ മലമ്പുഴ പഞ്ചായത്തുകാർക്ക് ചെയ്യാവുന്ന കാര്യമുള്ള വേസ്റ്റ് ബിന്നുണ്ട്. ഇതേപോലെ ഇടുന്നവർക്ക് അല്ലെങ്കിൽ ഇതേപോലെയുള്ള കടകളിലും ഷോപ്പുകളും വരുന്നവർക്കും എന്തായാലും ആ ഒരു റെസ്ട്രിക്ഷൻ കൊടുത്ത് ഇവിടെ പ്ലാസ്റ്റിക് ഇടരുതെന്നൊരു ബോർഡെങ്കിലും വെച്ചാൽ ഇതുമാത്രം പ്ലാസ്റ്റിക് വരുമോ?